ഒരാളെ കൊല്ലുന്നു. ആ ശവശരീരം പുഴയിൽ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു ചിരിക്കുന്ന മുഖം വരച്ചു വെക്കുന്നു. ഇങ്ങനെ 10-ലധികം തവണ. ദ സ്മൈലി ഫേസ് മർഡേഴ്സ്. ആരായിരുന്നു ഇത് ചെയ്തത്? എന്തിനായിരുന്നു ഇത് ചെയ്തത്? ഇരയായതെല്ലാം 18-19 വയസ്സ് മാത്രമുള്ള ബെയർലി ലീഗൽ ആൺകുട്ടികളായത് എന്തുകൊണ്ട്? വരൂ എന്റെ ക്ലാസ് മുറിയിലേക്ക്. ഒരാളെ വെള്ളത്തിൽ മുക്കിക്കൊന്നാല് പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ താരതമ്യേന എളുപ്പമാണ്. കടലിൽ നിന്നോ കായലിൽ നിന്നോ ഒരു പ്രേതത്തെ കിട്ടിയാല് അവിടെ കേസന്വേഷണം ബുദ്ധിമുട്ടേറിയതുമാണ്. പ്രേതത്തെ കണ്ടെടുത്ത സ്ഥലത്ത് വെച്ചാവില്ല മരണം സംഭവിച്ചിട്ടുള്ളത്. വെള്ളത്തിൽ ചാടിയതാണോ, അറിയാതെ തെന്നിയതാണോ, മറ്റൊരാൾ തള്ളിയിട്ടതാണോ എന്നൊന്നും പ്രഥമ ദൃഷ്ടി അറിയാൻ എളുപ്പവുമല്ല. എന്നാൽ കൊലപാതകങ്ങളെന്ന് സംശയിക്കുന്ന മുങ്ങിമരങ്ങളുടെ പ്രദേശത്തു നിന്നും ഒരു ചിരിക്കുന്ന മുഖം കണ്ടെടുത്തിയാലോ? 90കളുടെ അവസാനത്തിൽ തുടങ്ങി 2 പതിറ്റാണ്ടോളം നീണ്ട കാലയളവില് അമേരിക്കയുടെ മധ്യ-പശ്ചിമ ഭാഗത്തുണ്ടായിരുന്ന 45 മുങ്ങിമരണങ്ങൾ ഈ ശ്രേണിയിൽപ്പെട്ടതാണെന്ന് സംശയിക്കുകയാണ് ന്യൂയോർക്ക് പോലീസിലെ റിട്ടയർഡായ 2 കുറ്റാന്വേഷകർ. ഇതില് 1 ഡസനോളം ശവശരീരങ്ങളും വെള്ളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്തിനടുത്ത് നിന്നും ഒരു സ്മൈലി ഫേസിന്റെ ഗ്രാഫിറ്റി ഇവർ കാണുന്നുണ്ട്. കൊല്ലപ്പെട്ട ആളുകൾ യുവാക്കളാണ് എന്നതിനപ്പുറം അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊന്നുമില്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളെ ലഹരി കൊടുത്ത് മയക്കി ഉപദ്രവിച്ച് വെള്ളത്തിലെറിഞ്ഞ് പോലീസിനെ കളിയാക്കി ചിരിക്കുന്ന ഒരു മുഖം അടുത്ത് വരച്ചു വെച്ച് ആഹ്ലാദിക്കുകയായിരുന്നു ഒരു സീരിയൽ കില്ലർ. കെവിൻ ആന്റണി. ഇവരാണ് ആദ്യം പറഞ്ഞ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ. ഇവരുടെ അന്വേഷണത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. കോളേജ് പ്രായമുള്ള 45 ആൺകുട്ടികൾ, ജനപ്രിയരായ അത്ലറ്റിക് ആയ പഠന മികവുകളുള്ള 45 ആൺകുട്ടികൾ. മിക്കവാറും മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ഒരു പാർട്ടിയിലോ ബാറിലോ മദ്യപിച്ചതിന് ശേഷമാണ്. ഇതിനപ്പുറം അന്വേഷണം പുരോഗമിച്ചിട്ടില്ല. ഒരുപാട് കുറ്റാന്വേഷകർ ഒരുപാട് കാലം ഇത് അന്വേഷിച്ചു. വർഷങ്ങളോളം ഈ കേസ് അന്വേഷിച്ചു. ആരും എവിടെയും എത്തിയില്ല. ഇത് ഒരു പരമ്പര കൊലപാതകം തന്നെയാണോ, അതോ വെറും അഭ്യൂഹം മാത്രമാണോ? നമുക്ക് ഈ സ്മൈലി ഫേസ് തിയറിയുടെ ചില പ്രശ്നങ്ങൾ ഒന്ന് പരിശോധിക്കാം. 1. കൊലപാതകവും സ്മൈലിയും തമ്മിലുള്ള സമയ വ്യത്യാസം. ബോഡി ഉപേക്ഷിക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന പ്രദേശത്ത് സ്മൈലിയുടെ ഗ്രാഫിറ്റി ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ആ സ്മൈലി പണ്ടേ അവിടെ ഉണ്ടായിരുന്നതാണെങ്കിലും പല കേസുകളിലും സ്മൈലിയും മരണവും തമ്മിൽ വലിയ സമയ വ്യത്യാസമുണ്ട്. ചിലതൊക്കെ മങ്ങിത്തുടങ്ങിയ സ്മൈലികളാണ്. 2. അമേരിക്കയിൽ ഗ്രാഫിറ്റി എല്ലായിടത്തും ഉണ്ടാകും. അതിൽ തന്നെ സ്മൈലി ഫേസ് വളരെ സാധാരണമായ ഒരു ഗ്രാഫിറ്റിയാണ്. ഏത് പ്രദേശത്തും ഒരു സ്മൈലി ഫേസ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരും. 3. ഈ സ്മൈലി ഫേസുകളെല്ലാം തമ്മിൽ യാതൊരു സാമ്യവുമില്ല. എല്ലാം വരച്ചത് ഒരാളാണെങ്കിൽ എല്ലാം കാണാൻ ഒരുപോലെ ഇരിക്കില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടായിരിക്കില്ലേ? 4. മൃതദേഹങ്ങളിലൊന്നും ബലപ്രയോഗത്തിന്റെയോ പരാക്രമത്തിന്റെയോ യാതൊരു അടയാളവുമില്ല. മുറിവോ ചതവോ കോറലോ ഒന്നുമില്ല. 5. ഒരു സീരിയൽ കില്ലറിന്റേതായ മനഃശാസ്ത്രം ഇതിലെവിടെയും പ്രകടമല്ല. 6. കള്ളുകുടിച്ച് പുഴയോരത്തോടെ നടക്കുന്ന ഒരാൾ തെന്നി വീഴുക എന്ന ഏറ്റവും സാധാരണമായ സാധ്യത നിലനിൽക്കുന്നു. 7. മരിച്ചതെല്ലാം ആൺകുട്ടികളാണ്. സ്ത്രീകളെക്കാൾ കൂടുതൽ മുങ്ങിമരണങ്ങളിൽ ഏർപ്പെടുന്നത് പുരുഷന്മാരാണ് എന്ന് കണക്കുകൾ പറയുന്നു. മാത്രവുമല്ല, മദ്യപിക്കാത്ത സ്വബോധാവസ്ഥയിൽ പോലും പുരുഷന്മാർ സ്ത്രീകളെക്കാൾ അധികം അപകടകരമായ കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രവണത കാണിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ മദ്യപിച്ച അവശയായ ഒരു സ്ത്രീയെ അനുനയിക്കാൻ ആരെങ്കിലും കാണും. എന്നാൽ മദ്യപിച്ച് ലക്ക് കേട്ട ഒരു പുരുഷനെ അനുനയിക്കാൻ മിക്കപ്പോഴും പലരും കാണുന്നില്ല. അവൻ മാത്രമേ ഉണ്ടാവൂ എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഈ തിയറിയെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സ്മൈലി ഫേസ് മർഡേഴ്സ് ഇതൊരു പരമ്പര കൊലപാതകമാണോ, അതോ സംഭവിച്ച മരണങ്ങൾക്കെല്ലാം അടുത്തു നിന്നും യാദൃശ്ചികമായ ഒരു സ്മൈലി ഫേസ് കണ്ടെടുത്തതാണ്? നിങ്ങളുടെ ചിന്തകൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് ഇറ്റ്.